ഈ കാണുന്ന ഈ ഒരു കാർ സ്റ്റീരിയോ സെറ്റ് ഇത് ഞാനിവിടെ 50 രൂപയ്ക്ക് മേടിച്ചാണെന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ആരോ ആഗ്രക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയ ഒരു കാർ സ്റ്റീരിയോ സെറ്റ് ഇത് ഞാനിവിടെ 50 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെറ്റ് ഞാനിവിടെ വാങ്ങിയേക്കുന്നത് തൊടുപുഴ എടവെട്ടി റോഡുള്ള ആഗ്രക്കടയിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു കാർ സ്റ്റീരിയോ സെറ്റ് വീണ്ടും വർക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നാണ് നമ്മളിന്നിവിടെ ചെക്ക് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ നിലവിലെ അവസ്ഥ ഈ കാണുന്നവരാണ്, ഫുള്ളായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ഈ ഒരു സെറ്റ് വർക്കിംഗ് കണ്ടീഷനാക്കി എടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ മുമ്പ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാർ കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാറിൽ ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ ഒരു കാർ സ്റ്റീരിയോ സെറ്റിന് അങ്ങനെ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് 50 രൂപയ്ക്കാണ് ആഗ്രക്കടയിൽ നിന്ന് കിട്ടിയത്. അതുപോലെ ഈ സെറ്റിന് 4 ചാനൽ സ്പീക്കർ ഔട്ടാണുള്ളത്. ഇതിൽ 2 ചാനൽ സ്പീക്കർ ഔട്ടിൻ്റെ വയറൊക്കെ ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൽ 2 ചാനൽ മാത്രമായിരിക്കും ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഇതിൽ കണക്ട് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആഗ്രക്കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നമ്മളിത് ആദ്യമേ എല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്ന് അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ആക്കി ഡ്രൈ ആക്കി എടുത്തിട്ട് മാത്രമാണ് നമ്മളിതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം ചെക്ക് ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കാറുള്ളൂ. ഇതും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമുക്കിതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം. പിന്നെ ഈ ഒരു സെറ്റ് കംപ്ലയിൻ്റ് ആയപ്പോൾ ആയിരിക്കണം, ഇത് നേരത്തെ ആരോ അടിച്ച് നോക്കിയതാണ്. ഇതിൻ്റെ ഈ സൈഡിലുള്ള സ്റ്റിക്കറൊക്കെ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ നോക്കിയിട്ട് നടക്കാതായപ്പം ഇത് ആക്രിക്കടയിൽ കൊടുത്ത് ഒഴിവാക്കിയതായിരിക്കണം. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ ഒരു കവർ ഓപ്പൺ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെയാണ്. വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന മിക്ക സെറ്റുകളുടെയും അവസ്ഥ ഇതുപോലെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ 2015 കഴിഞ്ഞ് ഇറങ്ങിയേക്കുന്ന മിക്ക കാർ സ്റ്റീരിയോ സെറ്റുകളിലും വലിയ ബോർഡുകളൊന്നും കാണില്ല, ചെറിയ ബോർഡൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിലിപ്പം ഒരു ഫ്രണ്ട് പാനൽ ബോർഡും പിന്നെ ഒരു ആംപ്ലിഫയർ ബോർഡും ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. കാസറ്റും ഡിസ്കൊക്കെ ഇട്ട് വർക്ക് ചെയ്യുന്ന പഴയ മോഡൽ കാർ സ്റ്റീരിയോ സെറ്റുകളിലൊക്കെ ആയിരുന്നു വലിയ ബോർഡുകളൊക്കെ വന്നിരുന്നത്. നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ ഒരു സെറ്റിലെ പെൻ ഡ്രൈവ്, മെമ്മറി കാർഡ്, FM റേഡിയോ, ഓക്സ് ഇൻപുട്ട്, ബ്ലൂടൂത്ത് ഇങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ കാർ സ്റ്റീരിയോ സെറ്റുകൾക്കെല്ലാം കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ്. കുറേ വർഷങ്ങൾ കഴിയുമ്പം ഇതിൻ്റെ ഈ ഒരു സ്ട്രിപ്പ് കണക്ട് ചെയ്യുന്ന ആ ഒരു സോക്കറ്റിൽ ക്ലാവ് പോലെയൊക്കെ വന്നിട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ചില സ്ട്രിപ്പുകളൊക്കെ ഒന്ന് ഊരിയിട്ട് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണമെങ്കിൽ ചിലതൊക്കെ വർക്ക് ചെയ്യും. ചിലതൊക്കെ 2-3 ഊരും കുത്തുകയൊക്കെ ചെയ്ത് കഴിയുമ്പം ആ ഒരു സ്ട്രിപ്പ് തന്നെ കംപ്ലയിൻ്റ് ആയി പോകും. പിന്നെ സ്റ്റീരിയോ സെറ്റുകളൊക്കെ കൂടുതലായിട്ടും കംപ്ലയിൻ്റ് ആകുന്നത് തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിട്ടാണ്. ഒരു സ്പീക്കറോട്ട് തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കറും ബൂഫറൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുക. പിന്നെ സ്പീക്കർ ഔട്ട്പുട്ട് വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടി ഷോർട്ടായി അങ്ങനെയൊക്കെ ആംപ്ലിഫയർ IC കംപ്ലയിൻ്റ് ആവാറുണ്ട്. അപ്പോൾ കൂടുതലായിട്ടും ആംപ്ലിഫയർ ICക്ക് മിക്കതിൻ്റെ അടിച്ച് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ IC പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നും മേടിക്കാൻ കിട്ടില്ല. പിന്നെ സ്റ്റീരിയോ സെറ്റുകളിലെ ആംപ്ലിഫയർ IC ഒന്നും കിട്ടാത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനൽ ഉപയോഗിച്ച് നമുക്ക് വേറെ ആംപ്ലിഫയർ ബോർഡ് സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു പാനലിലേക്ക് 12 വോൾട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാനലിൽ നിന്ന് ഓഡിയോ ഔട്ട് എല്ലാം എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡ് കൂടി അഴിച്ചെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇതിൻ്റെ ആംപ്ലിഫയർ ബോർഡും അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊന്നും കത്തിയതായിട്ടൊന്നും കാണുന്നില്ല. അതുപോലെ ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാനലിൻ്റെ ബോർഡും കൂടി അഴിച്ചെടുക്കണം. ഈ ഒരു ഫ്രണ്ട് പാനലിൻ്റെ ഈ ഒരു ബോർഡിലും ഒന്നും കത്തിയതായിട്ടൊന്നും കാണുന്നില്ല പുറമെ നോക്കിയിട്ട്. അതുപോലെ നമ്മളിവിടെ റീസ്റ്റോറേഷൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അപ്പോൾ തന്നെ നമ്മൾ ഇതിലേക്ക് പവറൊന്നും കൊടുത്ത് ഓണാക്കി നോക്കാത്തതിൻ്റെ കാരണം ഇതെല്ലാം അടിച്ച് നോക്കാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പം ഇതുപോലെയൊക്കെയുള്ള പൊടിയൊക്കെ പിടിച്ചിങ്ങനെ നനഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പലതും നമ്മൾ പവർ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ കംപ്ലയിൻ്റ് ആയി പോകാൻ ചാൻസുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇങ്ങനെയുള്ള റീസ്റ്റോറേഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കി എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് എല്ലാം ഡ്രൈ ആക്കി എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ കംപ്ലയിൻറ്റുകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി പരിഹരിക്കാൻ ശ്രമിക്കാറുള്ളത്. പിന്നെ ഇതെല്ലാം നമ്മൾ റിപ്പയർ ചെയ്യുന്നതെല്ലാം നമ്മൾ വീടിനകത്തൊക്കെ വെച്ചാണ്. അപ്പോൾ ഇതിലെ പൊടിയും ചെളിയൊന്നും വീടിനകത്താകാതിരിക്കാനും അങ്ങനെ ഒരു കാരണം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനലിൻ്റെ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് വെള്ളം ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ സ്വിച്ചുകളും ഒന്ന് WD-40 ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുവാണ്. ചില സെറ്റുകളൊക്കെ വർക്ക് ചെയ്യാണ്ട് വരുന്ന ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനലിലുള്ള പവർ ഓൺ സ്വിച്ച് അത് ഒരുപാട് തവണയ്ക്ക് ഇങ്ങനെ അമർത്തിയേക്ക് പ്രസ് ചെയ്യുമ്പം ഈ ഒരു സ്വിച്ച് കംപ്ലയിൻ്റ് ആയി പോകാം. ചില സെറ്റുകളൊക്കെ വർക്ക് ചെയ്യാതെ വരുന്ന അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങൾ കാരണമാണ്. നമുക്കിവിടെ കിട്ടിയേക്കുന്ന ഈ സെറ്റിൻ്റെ സ്വിച്ചുകൾക്കൊന്നും ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല ഇതുവരെയായിട്ട്. നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഒരു ബോർഡ് ഒന്ന് WD-40 ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി അടുത്തായിട്ട് LCD ക്ലീൻ ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മളിതിൽ WD-40 അടിച്ച് ക്ലീൻ ചെയ്തതെല്ലാം ഒന്ന് ഓയിൽ പോലെയൊക്കെ ഉള്ളതൊന്ന് തുടച്ചെടുക്കണം. അങ്ങനെ ഇപ്പം ഞാൻ ഇതിൻ്റെ ഈ ഫ്രണ്ട് പാനൽ ബോർഡെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു സെറ്റിൻ്റെ ഫ്രണ്ട് പാനലിലുള്ള ഒരു കവറെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ക്ലീൻ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ക്ലീൻ ചെയ്യേണ്ട ഭാഗത്തേക്ക് ഈ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അന്നേരത്തേക്ക് നല്ല രീതിയിൽ ചെളിയും കാര്യങ്ങളൊക്കെ ഇളകി വരും. പിന്നെ നമുക്ക് ബ്രഷ് എന്തെങ്കിലും ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തെയും ചെളി നന്നായിട്ട് ഇളകി പോകുന്നുള്ളൂ. അപ്പോൾ ഈ കാണുന്ന പോലെ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെള്ളവും കാർ ഷാമ്പൂ ഉപയോഗിച്ചൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയുള്ള ബോർഡുകളെല്ലാം വെള്ളവും കാർ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ച് കഴുകി ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ഇങ്ങനെ വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന ബോർഡ് നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് മാത്രമാണ് പിന്നീട് പവർ സപ്ലൈ കൊടുത്ത് ഓണാക്കി നോക്കാറുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഫൈനലായിട്ട് നമ്മളിവിടെ കഴുകി ക്ലീൻ ചെയ്തെല്ലാം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ആംപ്ലിഫയർ ബോർഡിലേക്ക് പവർ സപ്ലൈയുടെ ആ ഒരു കണക്ടർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാർ സ്റ്റീരിയോ സെറ്റുകളൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ REM വയറും അതുപോലെ തന്നെ പോസിറ്റീവ് വയർ ഇത് രണ്ടും കൂടി ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 12 വോൾട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്ന്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിലേക്ക് 12 വോൾട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രണ്ട് പാനലിലുള്ള പവർ സ്വിച്ചിൽ ഓൺ ചെയ്ത് നോക്കിയിട്ടും പ്രത്യേകിച്ച് വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേയിൽ മാത്രം ടൈമിൻ്റെ എന്തോ ചെറിയ രീതിയിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന പോലെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴായിരിക്കും ഇത് നേരത്തെ ഉപയോഗിച്ചിരുന്നത് ഒഴിവാക്കിയത്. ഈ ഒരു ബോർഡിലെ കമ്പോണൻസ് എല്ലാം വരുന്നത് പുറകിലാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അങ്ങനെ ഞാനിവിടെ മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഇതിൻ്റെ ഒരു ബോർഡിലുള്ള ഓരോ കമ്പോണൻറ്റ് ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഇതിൽ ഒരു കപ്പാസിറ്റർ ഷോർട്ട് പോലെ കാണിക്കുന്നുണ്ട്. ഈ കാണുന്ന ഒരു SMD കപ്പാസിറ്ററാണ് ഞാനിവിടെ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഷോർട്ടായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ബോർഡിലെ കപ്പാസിറ്ററൊക്കെ കംപ്ലൈൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവ് പ്രോബ് ബോർഡിലെ ഗ്രൗണ്ടിൽ കണക്ട് ചെയ്യുക. ഇങ്ങനെ ചെക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിലേക്കുള്ള പവർ സപ്ലൈ ഡിസ്കണക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് കഴിഞ്ഞ് ഇതുപോലുള്ള ഓരോ SMD കപ്പാസിറ്ററിൻ്റെയും 2 ലെഗുകളിലേക്ക് മൾട്ടിമീറ്ററിൻ്റെ നെഗറ്റീവ് പ്രോബ് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി. മൾട്ടിമീറ്ററിലെ കണ്ടിന്യൂറ്റി മോഡ് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്ത് ഇങ്ങനെയുള്ള ബോർഡുകളിലെ കപ്പാസിറ്റർ കംപ്ലൈൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മുടെ ഈ ഒരു ബോർഡിൽ ഈ കാണുന്ന ഈ ഒരു കപ്പാസിറ്ററാണ് ഷോർട്ടായിട്ട് കാണിച്ചത്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നിന്ന് ഈ ഒരു കപ്പാസിറ്റർ റിമൂവ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഷോർട്ട് ഉണ്ടെന്ന് ഉറപ്പിക്കാനായിട്ട്. ഇപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഷോർട്ട് കൊണ്ടായിരിക്കില്ല, ബോർഡിൽ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് ഷോർട്ട് കണ്ടത്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിൽ റിമൂവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്ററിലേക്ക് കുറച്ച് സോൾഡിങ് ഫ്ലെക്സ് അപ്ലൈ ചെയ്യുവാണ്. പെട്ടെന്ന് ലെഡ് ഒരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ഹോട്ട് ബ്ലോവർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തെടുക്കാം ഈ ഒരു ബോർഡിൽ നിന്ന് കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്ന് റിമൂവ് ചെയ്തെടുത്ത ഈ ഒരു കപ്പാസിറ്ററിന് പകരം വേറെ ഒരു SMD കപ്പാസിറ്റർ ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വോൾട്ടേജ് സ്റ്റേബിളായിട്ട് നിൽക്കില്ല. ഇതായിരുന്നു നമ്മൾ ഈ ഒരു ബോർഡിൽ നിന്നും റിമൂവ് ചെയ്തെടുത്ത് പഴയത്. അപ്പോൾ നമ്മുടെ കാർ സ്റ്റീരിയോ സെറ്റ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ബോർഡിൽ നിന്നാണ് കപ്പാസിറ്റർ എടുത്തേക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഒരു പുതിയ കപ്പാസിറ്റർ നമ്മൾ ഈ ഒരു കാർ സ്റ്റീരിയോ സെറ്റിൻ്റെ ഈ ഒരു ബോർഡിലേക്ക് ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡിൽ കംപ്ലൈൻ്റ് ആയ പഴയ കപ്പാസിറ്റർ മാറി വേറെ കപ്പാസിറ്റർ ഇപ്പോൾ ഓണായി വന്നിട്ടുണ്ട് സെറ്റ്. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിൽ നിന്ന് അഴിച്ചെടുത്തെല്ലാം നമുക്ക് പഴയ പോലെ എല്ലാം റീഫിറ്റ് ചെയ്ത് സ്പീക്കറും കൂടെ കണക്ട് ചെയ്തും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനി ഇത് റീഫിറ്റ് ചെയ്യുന്ന കൂടെ എല്ലാം കൂടെ കാണിച്ച് വീഡിയോ വലിച്ചും കിട്ടുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് സ്പീക്കറെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു കാർ സ്റ്റീരിയോ ഈ രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ കാരണമാണ് പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത്. യൂട്യൂബിലിടുന്ന ഈ ഒരു സെയിം വീഡിയോ തന്നെയാണ് നമ്മൾ ഫേസ്ബുക്കിലും ഇടുന്നത്. അപ്പോൾ രണ്ടിലെയും കോപ്പിറൈറ്റ് സോങ്ങുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാർ സ്റ്റീരിയോ ഒക്കെ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലും പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. കുറഞ്ഞ ചിലർ നല്ല സൗണ്ട് ഔട്ട്പുട്ടുകൾ കിട്ടും. ഇതിനൊരു ചാനലിൽ 50 വാട്ട്സ് ഇതാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അങ്ങനെ 4 ചാനലും കൂടി കൂടി 200 വാട്ട്സ്. ഇതുപോലുള്ള കാർ സ്റ്റീരിയോ ഒക്കെ ഏകദേശം 1600 റേഞ്ചിലുള്ളതൊക്കെ കിട്ടും. അപ്പോൾ ഇനി ഈ ഒരു കാർ സ്റ്റീരിയോ നമ്മളിവിടെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി മേടിച്ച ഈ ഒരു കാറിലാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഒരു കാറിൽ നല്ലൊരു മ്യൂസിക് പ്ലെയർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാർ സ്റ്റീരിയോ ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ സബും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും നിർദ്ദേശം അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.